ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ ഓണം എക്സാമിനായിട്ടുള്ള അതായത് ഫസ്റ്റ് ടേം എക്സാമിനായിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് മാത്സ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഇതുവരെ 7ാം ക്ലാസ്സിൽ UP വരെ പഠിച്ച് ഇനി ഹൈസ്കൂളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് തന്നെ പോകണം. ഇനി നമുക്ക് ആ ചോദ്യങ്ങളിലെ നമുക്ക് 40 മാർക്കിനാണ് എക്സാം, 1.5 മണിക്കൂർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ എല്ലാ 15 മിനിറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങൾ എന്തായിരിക്കും, എല്ലാ ചോദ്യവും നന്നായി വായിച്ച് ഉത്തരങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാൻ ഉപയോഗിക്കുക. പിന്നെ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ ഓപ്ഷനുകൾ കറക്റ്റായിട്ട് വായിച്ച് ഉത്തരങ്ങൾ എഴുതുക. ആവശ്യമായ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകണമെങ്കിൽ വിശദീകരണം നൽകാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പോൾ ആദ്യം 1 മാർക്കിൻ്റെ ഒരു ചോദ്യം നോക്കാം. 8.5 സ്ക്വയർ, അതിനെ ആദ്യത്തെ 64 സെക്കൻഡ് ടേം അറിയില്ല, അത് തേർഡ് ടേം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 8.5 സ്ക്വയറിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 8 + 0.5 സ്ക്വയർ അല്ലേ? നിങ്ങൾ എത്രാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്? 3ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇനി 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64. 8ൻ്റെ സ്ക്വയർ ഇത് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്? x + y ഹോൾ സ്ക്വയർ. ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. x + y ഹോൾ സ്ക്വയർ = x² + 2xy + y സ്ക്വയർ. എങ്ങനെ എഴുതുക? 8² + 2 × 8 × 0.5 + 0.5 സ്ക്വയർ. ഇനി നമുക്ക് ഇവിടെ 0.25 ആണ്. 25 നമുക്കറിയാം. 8ൻ്റെ സ്ക്വയർ 64 എഴുതി, അടിയിൽ എഴുതാം. 8ൻ്റെ സ്ക്വയർ 64 + 2 × 8 × 0.5 2 × 8 16 16 × 5 16 × 0.5 ആണ് ഇവിടെ വരിക. 16നെ 5 ആയിട്ട് ഗുണിക്കുക. 16 × 5 5 × 6 33 80 80 സ്ഥാനങ്ങളായിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ഇടുക. അപ്പോൾ 8 + 0.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.5 × 0.5 5 × 5 25. 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ 0.25 എന്ന് വരും. അപ്പോൾ നമുക്ക് 0.25. ഇവിടെ നമുക്കിവിടെ 64 കിട്ടി, 0.25 കിട്ടി. ഉത്തരം എത്രയാണ് വരിക? 8. 3ാമത്തെ ഓപ്ഷനാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 1ാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 2ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. എ റെഗുലർ പോളിഗൺ ഹാസ് 10 സൈഡ്സ്, അതായത് ഒരു സമബഹുഭുജത്തിന് 10 വശങ്ങളാണ് ഉള്ളത്. അങ്ങനെയാണ് എങ്കിൽ 1ാമത്തെ ചോദ്യം, ഹൗ മച്ച് ഈസ് ആൻ ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? അങ്ങനെയാണെങ്കിൽ ഈ 10 വശമുള്ള റെഗുലർ പോളിഗണിൻ്റെ ഒരു പുറംകോൺ, ഒരു ഔട്ടർ ആംഗിൾ എത്രയാണ്? 2ാമത്തെ ചോദ്യം, ഹൗ മച്ച് ഈസ് ആൻ ഇന്നർ ആംഗിൾ? ഒരു അകക്കോൺ എത്രയാണ്? അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം, നമുക്ക് ഒരു പുറംകോണാണ് കണ്ടുപിടിക്കേണ്ടത്. പുറംകോണുകളുടെ തുക, ഔട്ടർ ആംഗിളിൻ്റെ സം എത്രയാണ്? നിങ്ങൾക്കറിയാം ഔട്ടർ ആംഗിളിൻ്റെ സം ഒന്ന് ആലോചിച്ച് നോക്കൂ, പഠിച്ചിട്ടുണ്ട്. ഔട്ടർ ആംഗിളിൻ്റെ സം 360. പുറംകോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓർത്ത് വയ്ക്കുക, ഏതൊരു ബഹുഭുജത്തിൻ്റെയും ഏതൊരു പോളിഗണിൻ്റെയും പുറംകോണിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 360 ബൈ എത്ര സൈഡുകളുണ്ട്? നമുക്ക് 10. അപ്പം 360നെ എത്രയായിട്ട് ഹരിക്കുക? 10 ആയിട്ട് ഹരിക്കുക. നമുക്ക് ഇവിടെ 360/10 ആവുമ്പോൾ മുകളിലും താഴെയും ഓരോ സീറോസേ ഉള്ളൂ. രണ്ടും തമ്മിൽ എന്തായി? ക്യാൻസലായിട്ട് പോയി. 36/1 എത്രയാണ്? 36
6 എന്ന് കിട്ടും. അപ്പോൾ ഒരു പുറംകോൺ എത്രയാണ്? 36 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഹൗ മച്ച് ഈസ് ആൻ ഇന്നർ ആംഗിൾ? ഒരു അകക്കോണ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ഒരു പോളിഗൺ വരച്ചു. നമുക്ക് ഒരു പുറംകോണും ഒരു അകക്കോണുമാണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു പുറംകോൺ എത്രയാണ് കിട്ടി? 36 കിട്ടി. അപ്പോൾ ഒരു അകക്കോൺ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് രണ്ടും തമ്മിൽ ബന്ധം എന്താ? ഇത് രണ്ടും ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി. അപ്പോൾ ഒരു അകക്കോണ് കണ്ടുപിടിക്കാൻ പുറംകോണ് 36 അറിയാം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി? 180 36 കുറച്ചാൽ മതി. അപ്പോൾ 180 എങ്ങനെയാണ് വന്നത്? 180 പറഞ്ഞാൽ ഈ രണ്ട് കോണുകൾ അകക്കോണും പുറംകോണുമാണ്. അത് രണ്ട് സപ്ലിമെൻ്ററി ആണ്, അനുപൂരകം. അതായത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. നമുക്ക് ഇന്നർ ആംഗിൾ അകക്കോൺ സമം 180 മൈനസ് 36. 180 മൈനസ് 36. 10 6 പോയാൽ 4. ഇവിടെ 7. 7 3 പോയാൽ 4. ഇനി 1 ഇറക്കിയിടുക. അപ്പോൾ നമുക്ക് കിട്ടി ഒരു അകക്കോൺ എത്രയാണ്? 144 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ചോദ്യത്തിൽ മാർക്കിടത് അകക്കോണുകളുടെയും പുറംകോണുകളുടെയാണ്. ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറംകോണുകളുടെ തുക എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് മൂന്നാം ചോദ്യത്തിലേക്ക് കടക്കാം. വൺ ആംഗിൾ ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 80 ഡിഗ്രി. വാട്ട് വിൽ ബി ദ അതർ 2 ആംഗിൾസ്? സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 80 ഡിഗ്രിയും അങ്ങനെയാണെങ്കിൽ മറ്റ് 2 കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 2 വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത 2 വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി കോണുകളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള ഈ 2 കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കോൺ അറിയാം 80 ആണ്. അപ്പോൾ ബാക്കി 2 കോണുകൾ എന്താവണം? തുല്യമാവണം. അപ്പോൾ ഞാൻ ഇതിന് എക്സ് ബാക്കി 2 കോണുകൾ എന്താണ്? തുല്യമാണ്. അപ്പോൾ ഞാൻ ബാക്കി 2 രണ്ടും ഈക്വൽ ആണ്. 2 ഈക്വൽ ആംഗിൾസ് എന്താക്കിയിട്ടെടുത്തു? എക്സ് ആക്കിയിട്ടെടുത്തു. തുല്യ കോണുകൾ എന്താണ്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 കോണും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 80ഉം എക്സും ഇത് ത്രികോണമാണ്. 3 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 180 ഡിഗ്രി. ത്രികോണമാണ്. അപ്പം എങ്ങനെ എഴുതാം? സം ഓഫ് എ ട്രയാങ്കിൾ. ത്രികോണത്തിൻ്റെ തുക എത്രയാണ്? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 കോണും തമ്മിൽ കണ്ടുപിടിക്കാൻ ഇത് 3 തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. സമം 180 ഡിഗ്രി. ഇനി ഈ പ്ലസ് 80 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? മൈനസ്. 180 മൈനസ് 80 സമം എത്രയാണ്? ഇവിടെ എക്സ് പ്ലസ് എക്സ് ഉണ്ടായിരിക്കും. 100 എന്ന് കിട്ടി. രണ്ടും തമ്മിൽ കൂട്ടിയതിൻ്റെ അർത്ഥം എത്ര? 100 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 100ൻ്റെ പകുതി സമം 50 ഡിഗ്രി. അപ്പോൾ ഓരോ കോണും ഈച്ച് ആംഗിൾസ് എത്ര വീതമായിരിക്കും? 50 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം 2 ആംഗിൾസ് 2 കോണുകൾ എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ 50 ഡിഗ്രി വീതമായിരിക്കും ബാക്കി 2 കോണുകൾ ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസിങ് 65 equal to 8 square plus 1 square. Write 130 as the sum of the two perfect square. 65-നെ 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് 130-നെ എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്വയറുകൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പെർഫെക്റ്റ് സ്ക്വയറുകൾ പൂർണ്ണവർഗങ്ങളുടെ രീതിയിലാണ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യം പെർഫെക്റ്റ് സ്ക്വയറുകൾ അറിയണം. 1-ന്റെ സ്ക്വയർ, 2-ന്റെ സ്ക്വയർ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? കുറച്ച് നമ്പേഴ്സ് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 130-നെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മോട് മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 130 നമുക്ക് 65-ന്റെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 65-നെ 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 8-ന്റെ സ്ക്വയർ 64 പ്ലസ് 1-ന്റെ സ്ക്വയർ 1. 64 കൂടെ 1 കൂട്ടി എത്ര കിട്ടി? 65 കിട്ടി. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 130-നെ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 നമ്പറുകൾ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിയേ കിട്ടണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു നമ്പർ ആദ്യം എന്ത് ചെയ്തു? ഇപ്പോൾ സെലക്ട് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു 100 എടുത്തു. 100 എന്ന് പറഞ്ഞ 10-ന്റെ സ്ക്വയറാണ് എന്ത്? 100. അപ്പോൾ 10-ന്റെ സ്ക്വയർ 100. ഇനി ഈ 100-നെ 130-ൽ നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പം എത്ര കിട്ടി? എത്ര നമുക്ക് കിട്ടും? 30. 30 എന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഒരു പൂർണ്ണവർഗമല്ല. അപ്പം നമ്മൾ 10 എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യില്ല? പറ്റില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാൻ ഞാൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇപ്പോൾ 81 എന്ന് എടുത്തു. 81 എന്ന് പറഞ്ഞാൽ എത്രത്തിൻ്റെയാണ്? 81 എന്ന് പറഞ്ഞാൽ 9-ന്റെ സ്ക്വയറാണ് 81. അപ്പം ഞാനിനി ആദ്യം 10-ന്റെ സ്ക്വയർ 130 കുറച്ചപ്പോൾ 30 കിട്ടി. അപ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമുക്ക് 130 ടേമായിട്ട് എടുക്കാൻ പറ്റില്ല. അതായത് 30 100 എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി ഞാൻ 9-ന്റെ സ്ക്വയർ 81 എടുത്ത് എന്ത് ചെയ്യും? 130-ന്ന് ഈ 81 എന്ത് ചെയ്യുക? കുറയ്ക്കുക. 130 81 കുറച്ച് എത്ര കിട്ടി? 49 കിട്ടി. അപ്പം 49 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഏതിൻ്റെ? 7-ന്റെ. ഇതിൽ ഞാൻ 10-ന്റെ സ്ക്വയർ എടുത്ത് അപ്പോൾ ഒരു ടേം ഞാൻ എന്താക്കി എടുത്തു? 10 സ്ക്വയർ എന്നാക്കി എന്ന് വിചാരിക്കുക. 10 സ്ക്വയർ എന്നാക്കി ഒരു ടേം 10 സ്ക്വയർ പ്ലസ് ഞാൻ അടുത്ത നമ്പറൊക്കെ അറിയില്ല. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്ത്? ആ 10-ന്റെ സ്ക്വയറിനെ 130 കുറച്ച്. അപ്പോൾ അത് 30 കിട്ടിയത്. 30 എന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഒരു പൂർണ്ണവർഗമല്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു നമ്പർ എടുത്തു. 9-ന്റെ സ്ക്വയർ 81 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആ പറഞ്ഞ സംഖ്യ 130-ന്ന് 81 കുറച്ചു. അപ്പോൾ 49 കിട്ടി. 49 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കാം 130 കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ 81 അതുപോലെ തന്നെ 49 ആണ്. അപ്പോൾ 81 എന്ന് പറഞ്ഞാൽ 9-ന്റെ സ്ക്വയർ പ്ലസ് 7-ന്റെ സ്ക്വയർ 7-ന്റെ സ്ക്വയർ ആണ് 49. 8 1 9 10 0 13 130 കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം 130 എന്ന് പറഞ്ഞാൽ 9-ന്റെ സ്ക്വയറും അതുപോലെ തന്നെ 7-ന്റെ സ്ക്വയറും തമ്മിൽ കൂട്ടിയതായിരിക്കും. ഇതാണ് 4-മത്തെ ചോദ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. ഇനി നമുക്ക് 5-മത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ വികർണത്തിന് മുകളിലെ ഇടതും വലതും വശങ്ങൾ വികർണത്തിനു താഴെയുള്ള ഇടതും വലതും വശങ്ങൾക്ക് തുല്യമാണ്. ചതുർഭുജത്തിൻ്റെ കോണുകൾ കണ്ടെത്തുക. ഇനി ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ the left and right side above the diagonal are equal to the left and right side below. The diagonals calculate all the angles of the quadrilateral. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ വികർണത്തിന് മുകളിലുള്ള 2 വശങ്ങൾ, വികർണത്തിന് മുകളിലെ
ഇടതും വലതും വശങ്ങൾ വികരണത്തിന് താഴെയുള്ള ഇടതും വലതും വശങ്ങൾക്ക് തുല്യമാണ്. ചതുർഭുജത്തിന്റെ കോണുകൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പേര് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പേര് കൊടുക്കുകയാണ്. എ ബി സി ഡി എന്ന് ഞാൻ പേര് കൊടുത്തു. അതിൽ ഞാൻ എടുക്കുകയാണ് എ ബി, അതായത് എ ബിയും അതുപോലെ തന്നെ എ ഡിയും എന്താണ്? ഈക്വൽ ആണ്. ആൻസർ എഴുതാം. എ ബി ഈക്വൽ ടു എ ഡി. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അതുപോലെ ഡി സി ഈക്വൽ ടു ബി സി എന്ന് എഴുതി. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ് ഏത്? എ സി ഈക്വൽ ടു എ സി എന്ന് എഴുതി. കാരണം എന്താ? കോമൺ സൈഡ് അല്ലെങ്കിൽ പൊതുവായ വശം. ഇനി നമുക്ക് എഴുതാം. ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എ ബിയും എ ഡിയും എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എ ബിയും എ ഡിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്നോട് പറയാം, എ ബിയും അതുപോലെ എ ഡിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് വശങ്ങൾ എന്താണ്? തുല്യമാണ്. തുല്യമായത് കൊണ്ട് അതിൻ്റെ അവയ്ക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. എ ഡിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ സി. എ ബിയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 30. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ഡി സി എ ഈക്വൽ ടു എ സി ബി. ആംഗിൾ എ സി ബി സമം 30 ഡിഗ്രി. അപ്പോൾ ഈ കോണും എത്രയായി? 30 ഡിഗ്രി ആയി. ഇനി നമുക്ക് അടുത്ത വശം എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം സി ഡിയും സി ബിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഈ സി ഡിയും സി ബിയും ഈക്വൽ ആയതുകൊണ്ട് അവയ്ക്കെതിരെയുള്ള ഇതിൻ്റെ കോണുകൾ എന്താവും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ സി ബിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ എ. അപ്പോൾ സി എ ബി, ആംഗിൾ സി എ ബി ഈക്വൽ ടു സി എ ഡി, ആംഗിൾ സി എ ഡി. അവ രണ്ടും എത്രയാണ്? 40 ഡിഗ്രി. അപ്പോൾ ഇതും 40 ഡിഗ്രിന്നായി. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എയും ആംഗിൾ ബിയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ എ ഇവിടെ 40 30, ഇവിടെ 40 30. അപ്പോൾ ഈ രണ്ട് കോൺ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടി പോവുകയാണ്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 40, അതുപോലെ തന്നെ 30. അപ്പോൾ 40 30 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? അതിൽ നിന്ന് 180 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. എങ്ങനെ മനസ്സിലാവുക? ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്? 180. അപ്പോൾ 180 ഡിഗ്രി മൈനസ് എത്രയാണ്? 40 പ്ലസ് 30 സമം 180 മൈനസ് 40 കൂടെ 30 കൂട്ടി വന്നു കഴിഞ്ഞാൽ 5 6 7 70. 40ഉം 30ഉം കൂട്ടുക. 0 3 കൂടെ 4 കൂട്ടിയ 5 6 7. 180 നിന്ന് 70 കുറയ്ക്കഞ്ഞ് 180 മൈനസ് 70 0. 7 പോയ 1 1 110 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ എത്രയാണ്? ആംഗിൾ എയും അതുപോലെ തന്നെ ആംഗിൾ ബിയും എത്രയാണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എത്ര കിട്ടും? 110 ഡിഗ്രി. അപ്പോൾ 110 ഡിഗ്രി കഴിഞ്ഞ ചോദ്യം കഴിഞ്ഞ? ഇല്ല. എന്താണ്? ഓരോ ആംഗിൾസും നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എ ഈക്വൽ ടു 40 പ്ലസ് 30. 40 പ്ലസ് 30 എത്രയാണ്? 70 ഡിഗ്രി. ഇനി ആംഗിൾ ബി എത്രയാണ്? 110 ഡിഗ്രി. ആംഗിൾ സി എത്രയാണ്? 110. ആംഗിൾ സി
എങ്ങനെയാണ് 30ഉം അതുപോലെ തന്നെ ഇവിടെ 30ഉം 40ഉം 30 പ്ലസ് 40 സമം 70 ഡിഗ്രി. ആംഗിൾ ഡി എത്രയാണ്? 110 ഡിഗ്രി. ഇനി നമുക്ക് ചെയ്ത് ശരിയാണെന്ന് നോക്കാൻ ഈ എല്ലാതും തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി വെക്കാം. കൂട്ടി വെക്കുമ്പോൾ എത്ര കിട്ടണം? 360 കിട്ടണം. അപ്പോൾ 110 110 70 70 0 7 14 1 15 1 16 16 ബാക്കി 1 1 1 2 1 3 360 കിട്ടി. ഇതെങ്ങനെ 360 എങ്ങനെ മനസ്സിലാവുക? ഒരു ക്വാഡ്രിലേറ്ററിന്റെ എല്ലാ കോണും തമ്മിൽ കൂട്ടി എത്ര കിട്ടണം? 360 കിട്ടണം. നമുക്ക് കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 360 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 5ാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ഈ ചോദ്യത്തിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഏതെങ്കിലും ചോദ്യങ്ങൾ സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ടൈപ്പ് ചെയ്ത് വെക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ദിവസം ആ ചോദ്യം കൂടി എന്ത് ചെയ്യാം? ആൻസർ ചെയ്ത് ഇടുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.